കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഒരുപാട് തവണ പ്രഗ്നൻസി ട്രൈ ചെയ്തിട്ടും നിങ്ങൾക്ക് പ്രഗ്നൻസി ആകാത്തതിൻ്റെ അല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിട്ടും കാർഡിൽ പോസിറ്റീവ് വന്നിട്ടും ഉടനെ തന്നെ നിങ്ങൾക്ക് പീരിയഡ്സ് ആകുന്നതിൻ്റെയും സുപ്രധാനമായിട്ടുള്ള 4 കാര്യങ്ങളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഈ 4 വിഷയത്തെ നിങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക. നിങ്ങൾ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു അമ്മയാകാനായിട്ട് ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കുന്നില്ല, നാച്ചുറലി നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ഈ 4 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ഹെൽത്തി ആയിട്ടുള്ള ഒരു അണ്ടവും ഹെൽത്തി ആയിട്ടുള്ള ഒരു ബീജവുമാണ്. നമ്മളിപ്പോൾ പ്രഗ്നന്റ് ആകാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രീറ്റ്മെന്റ്സ് എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. അതായത് പ്രഗ്നന്റ് ആകാനായിട്ട് സ്വതവേ നമ്മളെ സഹായിക്കുന്ന ട്രീറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ഫോളിക് ആസിഡിന്റെ മെഡിസിൻ, അയേണിന്റെ സപ്ലിമെന്റ്സ്, അതുപോലെ നമ്മളെ സഹായിക്കുന്നത് അണ്ടം വളരാൻ വേണ്ടിയിട്ട് ലെട്രസോൾ പോലുള്ള മെഡിസിൻസ്, HCG ഇഞ്ചക്ഷൻ, അതുപോലെ ക്ലോമഫിൻ സിട്രേറ്റ് പോലുള്ള മെഡിസിൻസ്, ഇതൊക്കെയാണ് നമ്മൾ അണ്ടം വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന പല മെഡിസിൻസും. പലരും തന്നെ ഈ മെഡിസിൻസ് ഒക്കെ എടുക്കുമ്പോഴേക്കും ഒപ്പം വിറ്റമിന്റെ സപ്ലിമെന്റ്സ് എടുക്കാത്തവരാണ്, അല്ലെങ്കിൽ ഭക്ഷണത്തിൽ വിറ്റമിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തവരാണ്. ഈ വിറ്റമിൻ എന്നൊക്കെ ഒരുപാട് തവണ ഒരുപാട് വീഡിയോസിൽ പറയുമ്പോഴേക്കും പലർക്കും ബോറ് തോന്നുന്നുണ്ടാകും. പക്ഷെ ഇതിന്റെയൊക്കെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് പ്രഗ്നന്റ് ആകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഡോക്ടർ തരുന്ന ഒരു മെഡിസിനെ നമ്മൾ പൂർണ്ണമായിട്ട് അങ്ങോട്ട് വിശ്വസിച്ചിട്ട് ആ മെഡിസിന് മാത്രം എല്ലാ എഫേർട്ടും ആ മെഡിസിൻ എടുത്തോട്ടെ എന്നുള്ള രീതിക്ക് നമ്മൾ നിൽക്കാനായിട്ട് പാടില്ല. ഇപ്പൊ ഒരു ഡോക്ടറെയും താഴ്ത്തി പറഞ്ഞല്ല കേട്ടോ. കാരണം ഒരു മെഡിസിൻ നമ്മൾ എടുക്കുമ്പോഴേക്കും പാതി എഫേർട്ട് ഡോക്ടർ ചെയ്ത് കഴിഞ്ഞു, ബാക്കി പാതി എഫേർട്ട് നമ്മൾ ചെയ്യണം. സാധാരണയായിട്ട് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിൽ എത്തേണ്ട ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട്. വിറ്റമിൻ ഡി എത്തണം, അതുപോലെ കാൽസ്യം എത്തണം, അതുപോലെ അയേൺ എത്തണം, ഫോളിക് ആസിഡ് എത്തണം, വിറ്റമിൻ ഇ എത്തണം. ഈ എല്ലാ കാര്യങ്ങളും നമുക്ക് മെഡിസിൻ എടുത്തിട്ട് കഴിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെയുള്ള രീതിക്ക് ഇതൊക്കെ ശരീരത്തിൽ എത്തിക്കാൻ പറ്റുമോ ആ രീതിക്കൊക്കെ നിങ്ങൾ ശരീരത്തിലോട്ട് എത്തിക്കണം. വിറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള ഫുഡ്, അതുപോലെ വിറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡ്, വിറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നിങ്ങൾ എടുത്തിട്ടില്ല എങ്കിൽ ഗ്രോ ആയി വരുന്ന അണ്ടത്തിന് ക്വാളിറ്റി ഉണ്ടാവില്ല. ക്വാളിറ്റി ഇല്ലാത്ത അണ്ടത്തിന് നമ്മൾ റെട്രസോൾ മെഡിസിൻ കൊടുത്തത് ഗ്രോ ചെയ്തെടുത്തിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഗ്രോ ചെയ്ത് വരുന്ന ഒരു മാങ്ങയും നമ്മൾ വളം ഇട്ട് കൊടുത്ത് നമ്മൾ വളർത്തിയെടുക്കുന്ന ഒരു മാങ്ങയും നമ്മൾ രണ്ട് ടൈപ്പ് ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാകും. സെയിം ഇതേ മെക്കാനിസം തന്നെയാണ് നമ്മളുടെ ജീവിത രീതിയിൽ നമ്മുടെ അണ്ടത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മെഡിസിൻ കൊടുത്ത് അതിനെ വളർത്തിയെടുക്കുമ്പോഴേക്കും അതിനെ ബീജവുമായിട്ട് ചേർന്ന് ആ ഒരു ഇംപ്ലാന്റേഷൻ എന്നുള്ള ഒരു പ്രോസസ്സിനെ ഓവർകം ചെയ്ത് മുൻപോട്ടേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി അവിടെ ഉണ്ടാവില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ നടന്നാലും, അതായത് ബീജസങ്കലനം നടന്നു കഴിഞ്ഞാലും നിങ്ങൾ പ്രഗ്നന്റ് ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവർ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ അണ്ടത്തിന് ക്വാളിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇനി അണ്ടത്തിന്റെ ക്വാളിറ്റി നമുക്ക് എങ്ങനെയെല്ലാം വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും? ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾ ഗ്രാമ്പൂ വെള്ളമോ അല്ലെങ്കിൽ ഉണക്കമുന്തിരി വെള്ളമോ അതല്ലെങ്കിൽ കറുവപ്പട്ട വെള്ളമോ അല്ലെങ്കിൽ ഉലുവ വെള്ളമോ ഒക്കെ നിങ്ങൾ കുടിക്കുക. ഇതെല്ലാം കുടിക്കുമ്പോഴേക്കും നാച്ചുറലി നിങ്ങൾ എടുക്കുന്ന, അതായത് നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലോട്ട് എത്തുന്ന ഹോർമോൺസിന്റെ പ്രവർത്തനം കൃത്യമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. ലെട്രസോൾ മെഡിസിൻ എടുക്കുന്നതിനോടൊപ്പം ഗ്രാമ്പൂ വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ക്ലോമഫിൻ സിട്രേറ്റ് എടുക്കുന്നതിനോടൊപ്പം നിങ്ങൾക്ക് ഗ്രാമ്പൂ വെള്ളം കുടിക്കാം. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും ഒപ്പം വിറ്റമിൻ സിയുടെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുമ്പോഴും നിങ്ങളുടെ അണ്ടം, ഏത് മെഡിസിൻ എടുത്തിട്ടാണോ നിങ്ങൾ അണ്ടം വളരുന്നത്, ആ വളരുന്ന ആ ഒരു അണ്ടത്തിന് കൂടുതൽ ക്വാളിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് സഹായിക്കും. രണ്ടാമത്, നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ നടക്കാത്തതിന്റെ സുപ്രധാന കാരണം ബീജത്തിൽ ഉണ്ടാകുന്ന ക്വാളിറ്റി കുറവ്. ബീജത്തിന്റെ മോർഫോളജി, അതിന്റെ ഒരു സ്ട്രക്ചർ, അതിന്റെ ഹെഡ്, ടെയില്, ബോഡി, ഇങ്ങനെയുള്ള ആ ഒരു സ്ട്രക്ചറിന് വ്യത്യാസം വരുമ്പോഴേക്കും ആ കാര്യങ്ങളും നിങ്ങളുടെ ഒരു പ്രഗ്നന്റ് ആകുന്നതിനെ തന്നെ സാരമായിട്ട് തന്നെ ബാധിക്കും. ഹസ്ബൻഡിന്റെ മോട്ടിലിറ്റി കുറവ്, സ്പേമിന് ക്വാളിറ്റി കുറവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതൊരു ബീജസങ്കലനത്തിനെ സാരമായിട്ട് തന്നെ ബാധിക്കും. അപ്പോൾ ഹസ്ബൻഡിന് ചെയ്യാൻ കഴിയുന്ന ടിപ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നിങ്ങൾക്ക് ക്ലോസ് വാട്ടർ കൊടുക്കാവുന്നതാണ്. അതുപോലെ ചെറുതായിട്ടുള്ള എക്സസൈസുകൾ ഹസ്ബൻഡിനോട് ചെയ്യാൻ പറയാവുന്നതാണ്. അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ എടുക്കുന്നത് പോലെ തന്നെ ഹസ്ബൻഡിനും കൊടുക്കുക. ഡ്രിങ്കിങ്ങോ സ്മോക്കിങ്ങോ ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡ്വൈസ് നിങ്ങൾ കൊടുക്കുക. പെട്ടെന്നൊരു സഡൻ ബ്രേക്ക് ഇട്ട് നിർത്താനല്ല, ഗ്രാജുവലി ഒന്ന് റിഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് അദ്ദേഹത്തിന് കൊടുക്കുക. ഇതെല്ലാം ചെയ്യുമ്പോഴേക്കും സെമൻ ക്വാളിറ്റി അവിടെ കൂടുതലായിട്ട് ഉണ്ടാകുന്നതിന് അത് കാരണമാവും കേട്ടോ. അതുപോലെ തന്നെ സ്ത്രീകളുടെ അണ്ടത്തിന് ക്വാളിറ്റി കുറവായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും PCOD ഉള്ളവർക്കും മറ്റുള്ള ഹോർമോണൽ ഇംബാലൻസസ് ഉള്ളവർക്കും ഉണ്ടാകും. PCOD ഉള്ളവരും ഹോർമോണൽ ഇംബാലൻസസ് ഉള്ളവരും അതൊന്ന് കൺട്രോൾ ചെയ്തതിന് ശേഷം മാത്രം ബാക്കിയുള്ള മെഡിസിൻസ് എടുക്കുക.
PCOD ഉള്ളവരുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഈസ്ട്രോജന്റെ ഡൊമിനൻസ് ഉണ്ടാകും. ഈ ഈസ്ട്രോജന്റെ ഡൊമിനൻസ് നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് പ്രഗ്നൻസി നോക്കിയിട്ടില്ല എങ്കിൽ അണ്ടം കൃത്യമായിട്ട് വളരുന്നതിനെ അത് ബാധിക്കും. അതുപോലെ ലൂട്ടിയൽ ഫേസിന് കൃത്യമായിട്ടുള്ള ഒരു ടൈം കിട്ടാത്തതിനും അത് കാരണമാകും. അപ്പോൾ നിങ്ങൾ PCOD ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ആദ്യത്തെ ഒരു 3 മാസമെങ്കിലും നിങ്ങൾ തുടർച്ചയായിട്ട് മെറ്റ്ഫോമിൻ മെഡിസിൻ എടുക്കുക. സാധാരണയായിട്ട് മെറ്റ്ഫോമിൻ മെഡിസിൻ അതുപോലെ ഫോളിക് ആസിഡ് പ്ലസ് അയൺ ആയിട്ടുള്ള മെഡിസിൻസ് ആണ് ഡോക്ടേഴ്സ് കൊടുക്കാറ്. ആ മെഡിസിൻ എടുത്തതിന് ശേഷം നിങ്ങൾ അണ്ടം വളരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഒരുപാട് ഡോക്ടേഴ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ കമന്റ്സിൽ ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ഡോക്ടേഴ്സ് കൊടുക്കുന്നത് ലെട്രസോളിന്റെ മെഡിസിൻ ആണ്. എല്ലാ ഡോക്ടേഴ്സും അങ്ങനെ അല്ലാട്ടോ, നല്ല പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. കാരണം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്, നാച്ചുറലായിട്ട് നോക്ക്, അതിനുശേഷം നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കാം എന്ന് പറയുന്നവരും ഉണ്ട്. പക്ഷെ ഇതിൽ ലാഭം പ്രതീക്ഷിച്ചിട്ട് ഒരുപാട് പേര് PCODയുടെ ബുദ്ധിമുട്ട് ഉണ്ടാവുന്നവർ തന്നെ ലെട്രസോളിന്റെ മെഡിസിൻ കൊടുത്തു വിടുക അല്ലെങ്കിൽ HCG ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് പറയുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ നമ്മളൊരു ഡോക്ടറുടെ ഒരു കാര്യം, നല്ലൊരു ഡോക്ടറുടെ ഒപ്പീനിയൻ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നിങ്ങളോട് PCOD ഒന്ന് കൺട്രോൾ ചെയ്ത് നിങ്ങൾ വെയിറ്റ് ഒന്ന് റിഡ്യൂസ് ചെയ്തിട്ട് അതിനുശേഷം ഈ ഒരു PCODയുടെ മെഡിസിൻ കഴിച്ച് ആ കോഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ വരാനായിട്ട് പറയുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയായിട്ടുള്ള ഡോക്ടേഴ്സിനെയാണ് നമ്മൾ പോയി കാണേണ്ടത്. അപ്പൊ വരുമ്പോഴേക്കും നിങ്ങൾ PCODയുടെ മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പീരിയഡ്സ് റെഗുലർ ആകാനായിട്ട് തുടങ്ങും. ഒരു 21 to 35 എബോയോ അല്ലെങ്കിൽ ബിലോയോ നിങ്ങളുടെ പീരിയഡ് സൈക്കിൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കില്ല. നിങ്ങൾക്ക് ലൂട്ടിയൽ ഫേസിൽ പ്രൊജസ്ട്രോൺ ഹോർമോൺ കൃത്യമായിട്ട് ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് നമ്മൾ മെഡിസിൻ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിസിൻ എടുക്കുന്നു എന്നേ നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. അതിന്റെ ബെനിഫിറ്റ് ഒക്കെ നമുക്ക് കിട്ടുമെന്ന് പറയാനായിട്ട് സാധിക്കില്ല. അങ്ങനെ പോകുമ്പോഴേക്കും നിങ്ങൾക്ക് ഓരോ സൈക്കിളും നഷ്ടമായിക്കൊണ്ടിരിക്കും. അതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് PCODയോ തൈറോയിഡോ പോലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ശരീരഭാരം കൂടുതലായിട്ടുള്ളവരെ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് അറ്റ്ലീസ്റ്റ് ഒരു 3 മാസമെങ്കിലും അത് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിച്ച ശേഷം അപ്പൊ നിങ്ങൾക്ക് ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കാൻ തുടങ്ങും. അപ്പൊ നിങ്ങൾ ഗ്രാമ്പൂ വെള്ളം കുടിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഡോക്ടറെ പോയി കണ്ട് ട്രീറ്റ്മെന്റും എടുത്ത് ഇഞ്ചക്ഷൻ എടുക്കുകയോ അല്ലെങ്കിൽ മെഡിസിൻ കഴിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പൊ ഈ 2 കാര്യങ്ങൾ ഏറ്റവും ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കണം. മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് എൻഡോമെട്രിയൽ ലൈനിങ് ആണ്. എൻഡോമെട്രിയൽ ലൈനിങ്ങിന്റെ തിക്നെസ് അവിടെ കൃത്യമായിട്ട് ഗ്രോ ആയിട്ടില്ല എങ്കിൽ ഒരിക്കലും നമുക്ക് ഒരു പ്രഗ്നൻസി സർവൈവ് ചെയ്ത് പോവില്ല. എൻഡോമെട്രിയൽ ലൈനിങ് എപ്പോഴും ആ ഒരു കുഞ്ഞ് പറ്റിപ്പിടിക്കുന്നത് ഈ ഒരു സ്ഥലത്താണ്. കുഞ്ഞിന് വേണ്ടുന്ന ഒരു ബെഡ് ഒരുക്കുന്നത് നമ്മുടെ എൻഡോമെട്രിയമാണ്. ഈ എൻഡോമെട്രിയൽ ലൈനിങ് അവിടെ കൃത്യമായിട്ട് പറ്റിപ്പിടിച്ച് വളരാൻ വേണ്ടിയിട്ട് കുഞ്ഞിന് സാധിക്കുന്നില്ല എങ്കിൽ, എൻഡോമെട്രിയൽ ലൈനിങ് ഷെഡായി പോകുന്നുണ്ടെങ്കിൽ, അത് വീക്കാണെങ്കിൽ ഒരിക്കലും നമുക്ക് അവിടെ പ്രഗ്നൻസി പോസിബിൾ ആവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എൻഡോമെട്രിയൽ ലൈനിങ്ങിന്റെ തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. എൻഡോമെട്രിയൽ ലൈനിങ്ങിന്റെ തിക്നെസ് എത്രത്തോളം ഉണ്ടെന്ന് ഫോളിക്കുലർ സ്റ്റഡി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ്. എൻഡോമെട്രിയൽ ലൈനിങ്ങിന്റെ തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മളപ്പോൾ അടുത്ത പടിയായിട്ട് ചെയ്യണം. എങ്ങനെ നമുക്ക് എൻഡോമെട്രിയൽ ലൈനിങ്ങിന്റെ തിക്നെസ് കൂട്ടാനായിട്ട് സാധിക്കും? ഏറ്റവും ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് വിറ്റമിൻ സി കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക. ഓറഞ്ച്, അതുപോലെ തന്നെ ലെമൺ, ഇതെല്ലാം കൂടുതൽ വിറ്റമിൻ സിയുടെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളതാണ്. അതുപോലെ ബീട്രൂട്ട് കഴിക്കുന്നത് നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ്ങിന്റെ ആ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതുപോലെ മാതളം കഴിക്കുന്നത് എൻഡോമെട്രിയൽ ലൈനിങ്ങിന്റെ ഗ്രോത്തിന് സഹായിക്കുന്നു. വാട്ടർമെലൺ കഴിക്കുന്നത് എൻഡോമെട്രിയൽ ലൈനിങ്ങിന്റെ ഗ്രോത്തിന് സഹായിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൂടുതലായിട്ട് എടുക്കുക. ഒരു ദിവസം തന്നെ 3-4 മാതളം ഇരുന്ന് കഴിക്കാനല്ല പറഞ്ഞത്. ഒരു ദിവസം ഒരു മാതളം, അടുത്ത ദിവസം ഓൾട്ടർനേറ്റീവ് ആയിട്ട് ബീട്രൂട്ട് കഴിക്കുക, അതിനടുത്ത ദിവസം ഓറഞ്ച് കഴിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ എൻഡോമെട്രിയൽ ലൈനിങ്ങിന്റെ തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നു. എൻഡോമെട്രിയൽ ലൈനിങ് എത്രത്തോളം വേണമെന്നും അതിന്റെ തിക്നെസ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാമെന്നും സഹായിക്കുന്ന വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. ദീറ്റൂസ് വേൾഡ് എൻഡോമെട്രിയൽ ലൈനിങ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോസ് ഫുള്ള് കിട്ടും കേട്ടോ. അത് നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾ അടുത്ത പടിയായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എൻഡോമെട്രിയൽ ലൈനിങ്ങിന്റെ കാര്യമാണ്. ബീജത്തിന് ക്വാളിറ്റി ഉണ്ടെങ്കിലോ അണ്ടത്തിന് ക്വാളിറ്റി ഉണ്ടെങ്കിലോ എൻഡോമെട്രിയൽ ലൈനിങ് അവിടെ കൃത്യമായിട്ട് വളരുന്നില്ല എങ്കിൽ ഒരിക്കലും നമുക്കവിടെ പ്രഗ്നൻസി പോസിബിൾ അല്ല. അപ്പോൾ നിങ്ങൾ എൻഡോമെട്രിയൽ ലൈനിങ്ങിന്റെ തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അടുത്തതായിട്ട് നിങ്ങളുടെ പ്രഗ്നൻസി ഫെയിൽ ആവാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് കുഞ്ഞിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ കുറയുന്നതാണ്. നമ്മുടെ ഒരു കുഞ്ഞ് വളരണമെങ്കിൽ കുഞ്ഞിന് വേണ്ടുന്ന പോഷകങ്ങൾ, കുഞ്ഞിന് വേണ്ടുന്ന ഫുഡ് കുഞ്ഞിന് അവിടെ കൃത്യസമയത്ത് തന്നെ കിട്ടണം. അതിന്റെ ഡെഫിഷ്യൻസീസ് അവിടെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ ആ ഒരു ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകാൻ തന്നെ കാരണമാകും. എൻഡോമെട്രിയൽ ലൈനിങ് അവിടെ കൃത്യമായിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അണ്ടവും ബീജവും അവിടെ കൃത്യമായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിലോ കുഞ്ഞിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറവാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ കുഞ്ഞിന് ഗ്രോത്ത് ഉണ്ടാവില്ല. ഹാർട്ട് ബീറ്റ് നിന്ന് പോകും, വളർച്ച അവിടെ അവസാനിച്ചു പോകും. നമ്മൾ ടെർമിനേറ്റ് ചെയ്ത് നമ്മൾ മെഡിക്കലി ടെർമിനേറ്റ് ചെയ്യേണ്ടി വരികയോ അല്ലെങ്കിൽ നമ്മുടെ ശരീരം തന്നെ ടെർമിനേറ്റ് ചെയ്ത് കളയേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയോ ചെയ്യുന്നു. അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്
ബ്ലഡ് ഫ്ലോ കൂട്ടുക എന്നുള്ളതാണ്. നമുക്ക് എങ്ങനെ ബ്ലഡ് ഫ്ലോ കൂട്ടാനായിട്ട് സാധിക്കും? ശരീരത്തിലോട്ട് ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഭക്ഷണങ്ങൾ നമുക്ക് ആദ്യമായിട്ട് എടുക്കാം. ലൈക്ക് ഞാൻ പറഞ്ഞതുപോലെ പോമഗ്രാനൈറ്റ് എടുക്കുക, അതായത് നമ്മൾ മാതള നാരങ്ങ എടുക്കുക, ബീട്രൂട്ട് എടുക്കുക, ഇതെല്ലാം ബ്ലഡ് ഫ്ലോ കൂട്ടുന്ന ഭക്ഷണങ്ങളാണ്. അതുപോലെ തന്നെ നമുക്ക് അടുത്തതായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ട് നമ്മളെ സഹായിക്കുന്ന എക്സസൈസ് ചെയ്യുക. വെറും നമ്മൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ചെയ്യുന്ന എക്സസൈസ് അല്ല കേട്ടോ. ഫെർട്ടിലിറ്റി എക്സസൈസ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ഒരു കാറ്റഗറിയിൽ വരുന്ന എക്സസൈസ് ഉണ്ട്. ആ എക്സസൈസ് നിങ്ങൾ ചെയ്യുക. ഫെർട്ടിലിറ്റി എക്സസൈസ് എപ്പോഴും ബൂസ്റ്റ് ചെയ്യുന്നത് നമ്മളുടെ അമ്മയാകാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയെ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള എക്സസൈസ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ്, ബട്ടർഫ്ലൈ എക്സസൈസ്, മലാസന, കോബ്ര പോസ്, ഇങ്ങനെയുള്ള എക്സസൈസ് ഒക്കെ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ അമ്മയാകാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു. എങ്ങനെ വർദ്ധിപ്പിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറീസിലോട്ട്, നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിലോട്ട്, നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ്ങിലോട്ട്, നമ്മുടെ സെർവിക്സിലോട്ട്, നമ്മുടെ വജൈനയിലോട്ടൊക്കെയുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നു. വജൈനയിലോട്ട് കൃത്യമായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ വജൈനയുടെ pH ബാലൻസ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. സെർവിക്സ് ഹെൽത്തി ആകുന്നു. അപ്പോൾ തന്നെ സെമന്റെ ഒരു പാത്ത് അവിടെ ക്ലിയർ ആകുന്നു. അതിനുശേഷം ഫലോപ്പിയൻ ട്യൂബിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ അവിടെ കൂടി കഴിയുമ്പോഴേക്കും ഫലോപ്പിയൻ ട്യൂബിനോട്ട് കൃത്യമായിട്ട് അങ്ങോട്ട് പുഷ് ചെയ്ത് എൻഡോമെട്രിയത്തിലോട്ട് നമ്മുടെ യൂട്രസിന്റെ ക്യാവിറ്റിയിലോട്ട് ആ ഒരു ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗിനെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അത് സഹായിക്കുന്നു. അതുപോലെ നമ്മുടെ ഓവറീസിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് ക്വാളിറ്റിയുള്ള അണ്ടം 80 to 20 അല്ലെങ്കിൽ 22 സൈസിൽ എത്തിയിട്ടുള്ള അണ്ടം പൊട്ടി പുറത്തേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ എൻഡോമെട്രിയൽ ലൈനിങ്ങിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നത് കൃത്യമായിട്ട് തിക്നെസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അത് മുൻപോട്ടേക്ക് കൊണ്ടുപോകുന്നതിനും സഹായിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്യാവുന്നതാണ്. ഇത് ഓരോ കാര്യങ്ങളും ഓരോ സ്റ്റെപ്പും നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്യണം. ഇത് ഫോളോ ചെയ്യാണ്ട് നിങ്ങൾക്ക് പ്രഗ്നന്റ് ആകാനായിട്ട് സാധിക്കില്ല. നമ്മൾ ഒരു മെഡിസിൻ എടുത്തിട്ട് ഫുൾ ഹോപ്പ് നമ്മൾ ഡോക്ടർക്ക് മാത്രം കൊടുത്തിട്ട് ദൈവം എന്നെ കാത്തുരക്ഷിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ല. താൻ പാതി ദൈവം പാതി എന്നാ പറയുന്നത്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു മാസം മുൻപെങ്കിലും ദൈവം നമുക്ക് കയ്യിൽ ആ സൗഭാഗ്യം കൊണ്ടുവന്ന് തരും. അത് നിങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ വില്ലിങ് ആവണം. പ്രപഞ്ചത്തിൽ അമ്മയെക്കാളും വലിയൊരു പോരാളില്ലെന്നാ പറയുന്നത്. അപ്പൊ നമ്മളെല്ലാവരും പോരാളികളാണ്, അല്ലെങ്കിൽ പോരാളികളാകാൻ പോകുന്നവരാണ്. ആ ഒരു സ്പിരിറ്റിൽ തന്നെ നമ്മൾ മുൻപോട്ട് പോകണം. നിങ്ങൾ ഏത് തരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ എടുക്കുന്നുണ്ടെങ്കിലും, അതായത് ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ടെങ്കിലോ IUI ചെയ്യുന്നുണ്ടെങ്കിലോ IVF ചെയ്യുന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇത്രയുള്ള വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോയുടെ ലെങ്ത് കൂടി പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഒരിക്കലും അത് വെറുതെ ഇങ്ങനെ പറഞ്ഞു പോയതല്ല, ഒരു ഫ്ലോയിൽ അങ്ങോട്ട് വന്നപ്പോഴേക്കും ആയിപ്പോയാട്ടോ. സോറി, ലെങ്ത് കൂടിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിലോ, നമ്മൾ തമ്മിൽ ഓൾറെഡി ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടും അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിലോ, ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർ എത്രയാണോ നിങ്ങളുടെ കൃത്യം സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതിനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അതായത് ജനുവരിയിൽ നിങ്ങൾക്ക് ഒരു 1-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ, ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് 2-ാം തീയതിയാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ, ജനുവരി 1-നെ ഡേ 1 ആയിട്ട് എടുത്ത് ഫെബ്രുവരി 2 വരെ എത്ര ദിവസമുണ്ടോ അത് എണ്ണി പറയുന്നതാണ് സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. ബ്ലീഡിങ് നടന്ന ദിവസം നിങ്ങൾ എടുത്താൽ മതിയാകും. സ്പോട്ടിങ് നടന്ന ദിവസം, അതായത് ചെറുതായിട്ടുള്ള ബ്രൗൺ ഡിസ്ചാർജോ ബ്രൗൺ കളറുള്ള സ്പോട്ടിങ്ങോ വന്ന ദിവസം നിങ്ങൾ എടുക്കേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് ചോദിക്കുന്ന സമയത്ത് എന്നാണോ ഡേറ്റ് അത് നിങ്ങൾ മെൻഷൻ ചെയ്യാതിരിക്കുക. അതായത് ചില ആളുകൾ ജനുവരി 16, ഫെബ്രുവരി 14 അങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.